ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. പരമ്പരാഗത മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട ഒറ്റപ്പാലം നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ ശാല ആധുനികവൽക്കരിച്ചു. പദ്ധതികൾ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പനമണ്ണയിലെ പ്ലാന്റിൽ പതിറ്റാണ്ടുകളോളം മല പോലെ കുന്നുകൂടി കിടന്നിരുന്ന ലെഗസി വേസ്റ്റ് നീക്കിയായിരുന്നു മുഖം മിനുക്കൽ. 8,15,000 മെട്രിക് ടണ്ണിൽ 6,05,000 മെട്രിക് ടൺ. ഏറ്റവും പുതിയ കണക്കല്ല, ഒരു മാസം മുമ്പത്തെ കണക്ക്. അതിനേക്കാൾ കൂടുതൽ നീക്കം ചെയ്തു. ബയോമൈനിങ് അതാണ് ഇവിടെ നടന്നത്. അതാണ് ഇവിടെ മാറ്റി 75% സ്ഥലം വീണ്ടെടുത്തു കഴിഞ്ഞു. അവിടെ എന്താ വരുന്നത്? അവിടെ ലോകോത്തരമായ എന്ന് പറയും, ലോകോത്തരമായ നിലവാരത്തിലുള്ള ആധുനിക മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ഒപ്പം മാലിന്യ സംസ്കരണം സംബന്ധിച്ച ഒരു നോളജ് സെന്റർ, വിജ്ഞാന കേന്ദ്രം അവിടെ വരിക. അപ്പൊ പൂങ്കാവനമാക്കും എന്ന് പറഞ്ഞത് വെറും തള്ളായിരുന്നില്ല എന്ന് 2 കൊല്ലം കൊണ്ട് തെളിയിച്ചു. 2.42 ഏക്കർ ഭൂമിയിൽ 1990-ൽ തുറന്ന പ്ലാന്റിൽ 50,000 ക്യൂബിക് മീറ്റർ മാലിന്യമാണ് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ 9,000 ക്യൂബിക് മീറ്ററും രണ്ടാം ഘട്ടത്തിൽ 20,100 ക്യൂബിക് മീറ്റർ മാലിന്യവുമാണ് ബയോമൈനിംഗ് നടത്തി തരം തിരിച്ചു നീക്കിയത്. ശേഷിക്കുന്ന മാലിന്യങ്ങൾ നീക്കുന്നതിന് ടെൻഡർ നടപടിയും പൂർത്തിയായി. തുടർന്നാണ് ആധുനികവൽക്കരണം നടപ്പാക്കിയത്. ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടർ, സാനിറ്ററി നാപ്കിൻ, ഇൻസിനേറ്റർ, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, ചുറ്റുമതിൽ, ഗേറ്റ് എന്നീ പദ്ധതികളാണ് നടപ്പാക്കിയത്. പ്ലാന്റിനുള്ളിൽ വിഭാവനം ചെയ്യുന്ന ബയോ പാർക്കിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയുടെ ഭാഗമായി നഗരസഭയ്ക്ക് സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ പ്രേമവത്സരയെയും മുഹമ്മദ് ഷംസുദ്ദീനെയും ആദരിച്ചു. കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, വൈസ് ചെയർമാൻ K രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ K അബ്ദുൽ നാസർ, T ലത, നഗരസഭാ കൗൺസിലർ P ശ്രീകുമാരൻ, നഗരസഭാ സെക്രട്ടറി AS പ്രദീപ്, എഞ്ചിനീയർ T ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.